വിറക് ശേഖരിക്കാൻ പോയ വയോധികന്റെ മരണം വന്യജീവി ആക്രമണത്തിൽ തന്നെ. എന്നാൽ കാട്ടാന ആക്രമണത്തിലല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വിലയിരുത്തൽ. കാട്ടുപോത്തിന്റെയോ മറ്റേതെങ്കിലും വന്യജീവിയുടെ ആക്രമണത്തിലാകാം മരണമെന്നാണ് നിഗമനം. രാഹുൽ വിജയൻ ഇടുക്കി. രാഹുൽ, ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഈ പ്രാഥമികമായ മുറിവുകളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് പുറത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുഹേൽ, പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടരാജൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് കാട്ടാന ആക്രമണത്തിലല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ വന്യജീവി ആക്രമണത്തിലാണ് എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാകാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. ഈ പ്രദേശത്ത് കാട്ടുപോത്തിന്റെ ശല്യം വളരെ രൂക്ഷമാണ്. ഇനി വിശദമായിട്ടുള്ള പരിശോധന, സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ വിശദമായ പരിശോധന വനംവകുപ്പും പോലീസും നടത്തുകയും ചെയ്യും. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വിറക് ശേഖരിക്കാൻ പോയ കല്ലാർ ഫാക്ടറി ഡിവിഷൻ സ്വദേശി നടരാജനെ കാണാതായത്. തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ കാട്ടാന ആക്രമണത്തിൽ നടരാജൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. പിന്നീട് വനംവകുപ്പ് സംഘം അവിടെ എത്തിയപ്പോൾ തന്നെ കാട്ടാനയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ കാട്ടാന നേരത്തെ ഉണ്ടായിരുന്നതിന്റെ എന്തെങ്കിലും സൂചനകളോ ആ പ്രദേശത്ത് ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ വനംവകുപ്പ് ഒരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നഷ്ടപരിഹാരം നൽകിയതിനു ശേഷം മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കൂ, ഇൻക്വസ്റ്റ് നടത്താൻ അനുവദിക്കൂ എന്ന തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് വനംവകുപ്പ് നഷ്ടപരിഹാരം, ധനസഹായം നൽകും എന്ന് പറഞ്ഞതിന്റെ ഉറപ്പിന്മേൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഈ വന്യജീവി ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ നൽകണമെന്നുള്ളതാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത്. അതിനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാനും കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.